വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ റെസിപ്പി മിക്സറാണ്, സ്പൈസി മിക്സർ. എല്ലാവർക്കും മിക്സർ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ മിക്സറൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കടലമാവാണ്. 2 കപ്പ് കടലമാവും 2 ടീസ്പൂൺ അരിപ്പൊടി പ്ലസ് മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി കശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, അധികം എരിവില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ വെള്ളമാണ്. അതിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പോരാത്ത വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം വേണ്ടി വരും. ഇപ്പോൾ ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ ടൈറ്റായിട്ട് കുഴക്കാതിരിക്കുക, കുറച്ച് ലൂസായിട്ട്. ഒത്തിരി ലൂസും ആവരുത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കണം. പിന്നെ ഇപ്പോൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടാതിരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എണ്ണ, നമ്മൾ എന്ത് എണ്ണയിലാണ് ഇത് വറക്കുന്നത്, കുക്ക് ചെയ്യുന്നത്, അതേ എണ്ണ തന്നെ യൂസ് ചെയ്യുക. വേറെ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ പതഞ്ഞ് പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെയിം എണ്ണ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഈ സേവനാഴിയിലൊക്കെ നമുക്ക് നന്നായിട്ട് എണ്ണ വെച്ച് കൊടുക്കാം, പൊട്ടി പിടിക്കില്ല. ഇതിലേക്ക് ഞാൻ കപ്പലണ്ടിയും പൊട്ടുകടലയും എടുത്ത് വെച്ചിട്ടുണ്ട്, ഓരോ കപ്പ് വീതം. നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ്, അങ്ങനെ നമുക്ക് വേറെ എന്തെങ്കിലും നട്ട്സുകൾ ചേർക്കണമെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇനി ഇത് സേവനാഴിയിലേക്ക് നിറച്ചിട്ട് നമുക്ക് സേവ് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെറിയ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലിട്ടിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. ഞാൻ കുറച്ച് വലുതും കൂടെ വലിയൊരു സേവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. വലിയ സേവ് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ് അതുകൂടെ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ചെറുതുണ്ടാക്കാം. ഇത് നന്നായിട്ട് അടച്ചിട്ട് നമുക്കിത് എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാക്കി എടുക്കുക. പരന്ന തവ ഉപയോഗിക്കുന്നതിനേക്കാളും ഇച്ചിരി കുഴിയുള്ള തവ ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് എണ്ണ അധികം നമുക്ക് ഒഴിക്കേണ്ടി വരില്ല. മാത്രമല്ല അതിലേക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ആദ്യം ഒന്ന് മാവിലേക്ക് പിഴിഞ്ഞ് നോക്കുക കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. എന്നിട്ട് എണ്ണയിൽ പിഴിയാം. ഇങ്ങനെ ചുറ്റിച്ച് പിഴിഞ്ഞാൽ മതി. ഒത്തിരി ഇടരുത്. ആ എണ്ണയിൽ മുങ്ങാനുള്ളത് മാത്രം ഇടുക. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. പെട്ടെന്നായി കിട്ടും ഈ സേവ്. അതുകൊണ്ട് അധിക സമയം എണ്ണയിൽ ഇങ്ങനെ ഇട്ടേക്കരുത്, കരിഞ്ഞു പോകും. പിന്നെ കൈപ്പുരസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് ആകും. ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് സേവ് റെഡിയാവും. ഈ സേവ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അധികം ഉടഞ്ഞു പോകാതെ സേവ് എടുക്കുക. ഉടഞ്ഞു പോകുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എണ്ണയിലൊക്കെ പൊടിഞ്ഞ് കിടക്കുമ്പോൾ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അധികം ഉടയാതെ സേവ് ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഉടച്ചെടുക്കാം. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ എപ്പോഴൊക്കെ മിക്സറൊക്കെ ഷോപ്പിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലം ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മൾ വാങ്ങുന്നില്ല പുറത്തുനിന്ന് പേടിച്ചിട്ട്. അതുകൊണ്ട് ഓരോ ഐറ്റംസ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ വളരെ ഈസിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇത്ര ഈസി ആയിരുന്നു മിക്സറൊക്കെ ഉണ്ടാക്കാൻ തോന്നിപ്പോയി. അതുകൊണ്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇപ്പോൾ സേവ് റെഡി ആയിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി കുറച്ചുകൂടെ വലിയ സേവിൻ്റെ അച്ചിട്ടിട്ട് കുറച്ചുകൂടെ വലിയ സേവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നിറച്ചിട്ട് പിഴിഞ്ഞൊഴിക്കാം എണ്ണയിലേക്ക്. ഞാൻ ബൂന്തി ഉണ്ടാക്കുന്നില്ല. ബൂന്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചുകൂടി ലൂസാക്കിയിട്ട്
നമുക്ക് കണ്ണപ്പയുടെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മുത്തുപോലെ താഴേക്ക് വീഴും. അങ്ങനെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വലിയ സേവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മുറുക്ക് പോലെ നമുക്ക് കഴിക്കാനും നല്ലതാണിത്. എനിക്ക് ഇങ്ങനത്തെ വലിയ സേവ് കഴിക്കാൻ ഇഷ്ടമാണ്. മിക്സറിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിരുന്നതും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതും വളരെ പെട്ടെന്നാകും. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ചെറിയ സേവിനേക്കാളും കുറച്ചുകൂടെ ടൈം എണ്ണയിലിട്ടേക്കണം. ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം. തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമാണ്. തീരെ കുറവുമല്ല കൂടുതലും അല്ലാത്ത ഒരു ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള മാവും എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി വറുത്തെടുക്കുക. കപ്പലണ്ടി വേഗം ഫ്രൈ ആകും. നല്ല ചൂട് എണ്ണയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കപ്പലണ്ടിയൊക്കെ ഫ്രൈ ആവുന്നത് ഒരു പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. അപ്പോൾ അത് ഫ്രൈ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്തേക്ക് അത് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി സമയം ഇട്ടാൽ കരിഞ്ഞു പോകും. പൊട്ടുകടല നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. പൊട്ടുകടലയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന മിക്സറാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പൊട്ടുകടലയും ഇതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൊട്ടുകടല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി ബൂന്തി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കപ്പലണ്ടിയിലേക്ക് ഞാൻ എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. കപ്പലണ്ടിയിൽ കുറച്ച് മുളക് പിടിക്കാനാണ് അത് അങ്ങനെ പുരട്ടി വെച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിടാം. നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുളകൊക്കെ ഇങ്ങനെ വറുത്തിട്ടാൽ നല്ല സ്പൈസി ആയിരിക്കും, കാണാനും നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കും. കുറേ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്തിടുക. മുളകൊക്കെ ഫ്രൈ ആയ ശേഷം കറിവേപ്പില ഇടുക. രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കറിവേപ്പില കരിഞ്ഞു പോകരുത്. പച്ചമണ്ണ കളറ് പോകുന്നതിന് മുന്നേ തന്നെ എടുക്കണം. നമുക്ക് ഈ സേവൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വലിയ സേവ് ചേർത്ത് കൊടുക്കാം. അത് ആവശ്യത്തിന് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. പിന്നെ കപ്പലണ്ടി വറുത്തത്, പൊട്ടുകടല, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നാലും നല്ലൊരു ഒരു ചെറിയൊരു എരിവൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എരിവുള്ള മുളക് പൊടി, ലേശം കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുള്ളൂ. കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. കുറച്ച് ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യുക. അതുകൊണ്ടാണ് തവി കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത്. കൈ ഇടാൻ പറ്റില്ല, നല്ല ചൂടാണ്. കുറച്ച് ആറി കഴിയുമ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്ത് എടുക്കാം.
ഇങ്ങനെ ചൂടോടെ മിക്സ് ചെയ്യുമ്പോൾ കറിവേപ്പിലയൊക്കെ അതിലിങ്ങനെ പിടിച്ച് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്. നമ്മൾ വീട്ടിൽ മിക്സർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് മിക്സർ മേടിക്കുകയില്ല. ഇതൊരു വേറെ ലെവലാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക. മിക്സർ മാത്രമല്ല വളരെ ഹൈജീനായിരിക്കും, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾക്കതിൽ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് കഴിക്കാം. ഇത് എത്ര നാൾ വരെയും കേടുകൂടാതിരിക്കും. ഒരു ഗ്ലാസ് ബൗളിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. പക്ഷെ ഇവിടെ അത് അധികം ഒന്നും ഇരിക്കാറില്ല, 1 മാസം കൊണ്ട് തന്നെ തീർന്നു പോകും. ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മിക്സർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.